ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. റിയാലിറ്റി ഷോ ഇപ്പോൾ എല്ലാവരും അവകാശപ്പെടുന്നത്, ഇന്നത്തെ ചാനൽസ് അവകാശപ്പെടുന്നത്, ഞങ്ങൾ പ്രോത്സാഹനം കൊണ്ട് ഒരുപാട് പ്രതിഭകളെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു യേശുദാസ് സുശീല സിനിമയിൽ വന്നില്ല? എന്തുകൊണ്ട് അവർക്ക് മെനഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല? അതിന് ഉത്തരം പറഞ്ഞാൽ മതി. അത് അങ്ങനെ വന്നെങ്കിൽ അങ്ങനെ ഒരു ഗായകനോ ഗായികയോ ഒന്ന് ആദ്യം പോയി ഞാനാ പോയി നമസ്കരിക്കുക. ആ കഴിവുള്ള കുട്ടികൾ ആരായിരുന്നതാ അത്ര കഴിവുള്ളൊരു ഒരു പാട്ടുകാരിയെ നമ്മൾ പോയി തൊഴണം. അതൊരു കഴിവുണ്ടെങ്കിൽ ഫസ്റ്റ് അത് നമ്മൾ അംഗീകരിക്കണം, അവരെ പോയി തൊഴണം. അങ്ങനെ പ്രതിഭ ഉണ്ടോ? നിങ്ങളെനിക്ക് കാണിച്ചു ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അന്നത്തെ ഫാസ്റ്റ് ടെമ്പോയുള്ള സോങ്സിനകത്ത് മെലഡി ഉണ്ടായിരുന്നു, റിഥം ഉണ്ടായിരുന്നു, മെലഡി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ മരുമോണിക്ക എന്ന് പറഞ്ഞാൽ മെലഡി ഉണ്ട്, നിങ്ങൾ പറയണ്ടോ? അതിൻ്റെ ടെമ്പോ ഉണ്ടോ? പറഞ്ഞുതരൂ ഒന്ന്. പിന്നെ മറ്റേ കൊല്ലക്കൊറേ വേറി 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 ഡി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് തേങ്ങാക്കൊലല്ലേ? ഇങ്ങനെ എടുത്തോളൂ, എനിക്ക് പേടിയൊന്നുമില്ല, ധൈര്യമായിട്ട് ഇട്ടോളൂ. ഒരു വസ്തുവില്ലല്ലോ, അതൊന്നുമില്ല. അതെല്ലാം ട്രെൻഡ്. ഈ ടൈപ്പ് പാട്ട് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണം, എപ്പോഴെങ്കിലും വേണം, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തന്നെ ഒരു ഇന്നത്തെ തലമുറയെ, ഇന്നത്തെ കുട്ടികളെ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്ലാറ്റ് ഫംഗ്ഷനിൽ 75% കുട്ടികളും കൊലവെറിയും ഇതൊക്കെ പാടിയിരുന്നത്. എന്താ കാരണം? അതവരെ വഷളാക്കുകയല്ലേ, അവർ വഷളാക്കുകയാണ്. ഇതൊരു പ്രവണത ജനങ്ങളിൽ എപ്പോഴും, മനുഷ്യൻ്റെ, ഞാനടക്കം, നല്ലതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് പിക്ക് ചെയ്യുക ചീത്തയാണ്. ഈ വൃത്തികെട്ട ഒരു പാട്ട്, ഒരു തെറിപ്പാട്ട് പാടുന്നതും ഒരു നല്ലൊരു തത്വചിന്തയുള്ള പാട്ടും ഞാൻ തെറിപ്പാട്ടേ ജനങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ. നമ്മളടക്കം വൃത്തികെട്ടന്മാരാണ്. പഴയ കാലത്തുള്ള ആൾക്കാരും പുതിയ കാലത്തുള്ള ആൾക്കും ഒരേ വികാരമല്ലേ? അല്ലേ? മനുഷ്യൻ്റെ വികാരം എന്ന് പറഞ്ഞാൽ ഒരേ വികാരം. പഴയ കാലത്തെ വികാരം, പുതിയ കാലത്തെ വികാരം, അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരു വികാരം. പക്ഷേ ഏതാ നല്ലത്, പാട്ടുകളാണെങ്കിൽ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പറയാൻ കഴിയണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയലാണ് ഏറ്റവും വലിയ കാര്യം. നല്ലത് ഏതാ ചീത്ത ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാണ്. അത് കഴിയണമെങ്കിൽ അതിനെ കുട്ടികളെ അവരെ പ്രോത്സാഹിപ്പിക്കണം, നല്ലത് കൊടുക്കണം അവർക്ക്. ഏതാ നല്ലതേതാ ചീത്ത ഏതാന്ന് അത് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പഴയ കാലം എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നല്ലത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കഴിവ്, ഇത് കൊടുക്കുന്ന ആളുകൾക്ക് ആ കഴിവ് വേണം, സെലക്ട് ചെയ്യാനുള്ള കഴിവ് വേണം. അതെ. ഇപ്പോൾ ദേവരാം മാഷ് ഇത് പാപ്പി അപ്പച്ചനോട് അമ്മച്ചിയോട് പാപ്പിക്ക് കള്ളു കുടിച്ച, അതൊക്കെ രസമല്ലേ കേൾക്കാൻ? അപ്പച്ചനോട് മോനെ, അതൊരു രസമാണത്. ഒരു രസം. ഒരു പയ്യൻ പാടുന്നതും കുടിച്ച് പാടുന്നതും ആ വരികളും അതൊക്കെ ഫാസ്റ്റ് അല്ലേ? അങ്ങനത്തെ പാട്ടുകൾ പല ഫാസ്റ്റ് സോങ്സ് ഉണ്ട്. ഞാനൊരു പാവം മോറീസ് മൈനർ ഹിംബാലെന്നൊരു പാട്ട് പാടിയുണ്ട്. അതിനകത്തൊക്കെ ഒരു രസമുണ്ട് കേൾക്കാനായിട്ട്. അതിനകത്ത് ഒരു വേണ്ടാത്തതൊന്നും പറയുന്നില്ല, തമാശ, കോമഡി. ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല കോമഡി സോങ്സ് പാടിയത് മെഹബൂബ്. പഴയ മെഹബൂബ് എന്നൊരു പാട്ടുകാരനായിരുന്നു, അനശ്വര ഗായകനായിരുന്നു അങ്ങനെ, കൊച്ചിയിൽ. അങ്ങനെ കോമഡി മാത്രമല്ല പാടുക, അങ്ങനെ ഹിന്ദി പാട്ടും ഗസൽ പാട്ട് കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെ ഇപ്പോൾ കോമഡി പാട്ടുകാരനായിട്ട് തലക്കടിച്ചിരുത്തി നമ്മളൊക്കെ. അതല്ല, അങ്ങനെ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു പാട്ടുകൾ അപ്പം അങ്ങനെ പല പാട്ടുകാരുണ്ട്. ഇപ്പോൾ പല സിംഗേഴ്സും കോമഡി പാടുന്ന നല്ല നല്ല സിംഗേഴ്സും. പക്ഷേ അന്നത്തെ കോമഡി സോങ്സ് രസമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പാടിയ മറ്റേ മെഹബൂബ് ബായ് പാടിയ പാട്ടുകളുണ്ടല്ലോ, പല പാട്ടുകൾ. വണ്ടി പുക വണ്ടി 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 നിന്നെപ്പോലെ വൈറനിക്കും തീയാണ് വണ്ടി, അതൊക്കെ രസമല്ലേ കേൾക്കാനായിട്ട്? അത് ഈ അപശബ്ദങ്ങളില്ല അതിൽ.
ഇന്നത്തെ ഈ അപശബ്ദം പുറപ്പെടുവിച്ചാൽ പാട്ട് മരുമോണിക്ക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെയൊക്കെ വെച്ചാലേ നന്നാവുള്ളൂ. മരുമോണിക്ക എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഇതിൻ്റെ ആവശ്യമുണ്ടോ? പടം ഓടിയില്ലെങ്കിൽ പാട്ട് ഹിറ്റായി. ഇപ്പം നമ്മുടെ പല പാട്ടുകളും ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഞാൻ പിന്നെയും എൻ്റെ പാട്ട് പറയാറില്ല, പക്ഷേ നിവൃത്തിയിൽ എനിക്കറിയാവുന്നത് ജലോത്സവം എന്നൊരു പടം ഇറങ്ങി. ആ പടം പൊളിഞ്ഞു. കേരനിരകളാകുന്ന പാട്ട്, അത് സൂപ്പർ ഹിറ്റായി. അതെന്താ കാരണം? ആ പാട്ടിൻ്റെ കമ്പോസ് നല്ല വരികൾ നല്ലതാണ്. അതിൻ്റെ കമ്പോസ് ചെയ്ത് സരസ്വതി രാഗത്തിൽ മറ്റേ അൽഫോൺസ് ഇതാണ്. അത് പോപ്പുലറാണെന്ന് വെച്ചിട്ട് ഞങ്ങൾ പാടിയതും കമ്പോസ് ഒന്നുമല്ല, പക്ഷെ അതെന്തോ അതാണ് ലക്ക്. ആ ഭാഗ്യത്തിൽ ആ പടം ഓടിയില്ലെങ്കിൽ കൂടെ പാട്ട് ഹിറ്റായി. അങ്ങനെ ഒരുപാട് നിന്നൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ പാട്ടുകാരുടെ പാട്ട് ഹിറ്റായ കഥകളുണ്ട് പടം ഓടാതെ. ആ ഒരു പാട്ട് ഹിറ്റായാൽ ആ പടത്തിനെ അത് ബാധിക്കും. ചിലപ്പോൾ അത് നന്നായിട്ട് പടം കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പാടില്ല, എൻ്റെ പാട്ടിനെക്കുറിച്ച് ഞാൻ പറയാറില്ല. ഇപ്പോൾ എടുത്തത് ഓലഞ്ഞാലിക്കുരുവി, ആ പാട്ട് ഹിറ്റല്ലേ? ആ പാട്ട് ഹിറ്റായതുകൊണ്ട് 1983 ഫിലിമിന് ഒരു പ്ലസ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ പാട്ട് പോപ്പുലറാണ്, ആ പടം നന്നായിട്ട് ഓടി. ദാറ്റ്സ് എ ഹിറ്റ് ഫിലിം. അതൊരു പക്ഷേ ഇതായിരിക്കാം കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉറപ്പിച്ച് പറയില്ല ഇതാണ് കാരണമെന്ന്, ബിക്കോസ് അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ പല പടങ്ങളിലും പാട്ടുകൾ ഹിറ്റായിട്ട് പടങ്ങൾ ഓടിയ ചരിത്രം ഒരുപാടുണ്ട്. സോങ്സ് ഭയങ്കര പോപ്പുലർ സോങ്സായിട്ട് അതുകൊണ്ട് പടങ്ങൾ ഓടിയ പല പടങ്ങളുണ്ട്, ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴു